പ്രേതം, ഭൂതം ഇവയൊക്കെ കെട്ടുകഥകളാണ്. എങ്കിലും ഇവയെ ചുറ്റിപ്പറ്റി ഭയപ്പെടുത്തുന്ന കഥകൾ എക്കാലത്തും ഇറങ്ങാറുണ്ട്. അതുപോലെ ഒരു പാവയുടെയും കഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള പാവ എന്ന പഴിയാണ് ആ പാവം പാവയെ തേടിയെത്തിയത്. ഏതാണ് ആ പാവ എന്നല്ലേ? അവൻ്റെ പേരാണ് റോബർട്ട്. റോബർട്ട് ദ ഡോൾ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ കാരണം കാറപകടം മുതൽ വിവാഹമോചനം വരെ ഉണ്ടായി എന്ന് കെട്ടുകഥകളുണ്ട്. 1905 തൻ്റെ വീട്ടുവേലക്കാരിയാണ് റോബർട്ട് യൂജിൻ ഓട്ടോ എന്ന ബാലന് ഈ പാവയെ സമ്മാനമായി നൽകുന്നത്. ജെനെ എന്നു പേരുള്ള റോബർട്ടിന് ഈ പാവയെ വളരെ വളരെ ഇഷ്ടമായി. ആ പാവയ്ക്ക് അവൻ തൻ്റെ പേരായ റോബർട്ട് എന്ന പേര് തന്നെ സമ്മാനിച്ചു. ഒപ്പം ആ പാവയ്ക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകി. അതിൽ ഫർണിച്ചറുകളും കളിപ്പാട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം പാവയ്ക്ക് ഒരു ടെഡി ബിയറിനെയും സമ്മാനമായി നൽകി. ജെനെ താൻ പോകുന്ന ഇടത്തെല്ലാം ഈ പാവയെയും കൊണ്ടുപോകും. അവരെ ഇരുവരെയും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. എന്നാൽ ജെനയുടെ വീട്ടിലുള്ള മറ്റുള്ളവരും വീട്ടിലേക്ക് എത്തുന്ന അതിഥികളുമെല്ലാം ഈ പാവയെ ഭയന്നു. എന്തോ ഒരു പ്രശ്നം ഈ പാവയ്ക്കുണ്ട് എന്ന് അവരെല്ലാം ആരോപിച്ചു. ജെനയുടെ വീടിന് മുന്നിലെ തെരുവിലൂടെ പോകുന്ന ആളുകൾ ഈ പാവ ഒരു ജനാലയ്ക്കരികിൽ നിന്നും മറ്റൊരു ജനാലയ്ക്കരികിലേക്ക് നീങ്ങുന്നത് കണ്ടു എന്നെല്ലാം പറയാൻ തുടങ്ങി. ജെനയുടെ വീട്ടുകാരെല്ലാം ഈ പാവ സ്വയം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു എന്നെല്ലാം ആരോപിച്ചു തുടങ്ങി. മാത്രമല്ല, ആളുകൾ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് പാവയുടെ ഭാവം മാറുന്നുണ്ട് എന്നും പലരും ആരോപിച്ചു. എന്നാൽ ജെന ഇതൊന്നും കേൾക്കാതെ ഈ പാവയെ കൂടെ തന്നെ കൂട്ടി. അങ്ങനെ ജെന വളർന്ന് മുതിർന്ന് അവൻ്റെ വിവാഹശേഷവും ഈ പാവ ജെനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ജെനയുടെ ഭാര്യയ്ക്ക് ഈ പാവയെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കം വരെ ഉണ്ടായി. ജെനയും ഭാര്യയും മരിച്ച ശേഷം ആ വീട് ജെനയുടെ കെയർടേക്കറായിരുന്ന മിസ്റ്റർ റൂട്ടർ എന്ന ആൾ വാങ്ങി. റൂട്ടറുടെ കൈവശമായിരിക്കുമ്പോൾ പാവ ചിരിക്കുന്നതും മറ്റും കേട്ടു എന്നും പലരും ആരോപിച്ചു. പിന്നീട് റൂട്ടർ ഈ പാവയെ കീവേസ്റ്റിലെ ഫോർട്ട് ഈസ്റ്റ് മാർട്ടല്ലോ മ്യൂസിയത്തിന് കൈമാറി. മ്യൂസിയത്തിലെ ക്യൂറേറ്ററായ കോറി കൺവെർട്ടിറ്റോ ആണ് ഇന്ന് ഈ പാവയെ നോക്കുന്നത്. വർഷത്തിലൊരു ദിവസം അവർ പാവയെ വെച്ചിരിക്കുന്നിടത്തു നിന്ന് പുറത്തെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ റോബർട്ടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കെട്ടുകഥകളിലൊന്നും അവർക്ക് വിശ്വാസമില്ല. എനിക്കറിയില്ല, ശരിക്കും അറിയില്ല. എനിക്ക് ഒരിക്കൽ പോലും ഒരു മോശം അനുഭവം ഈ പാവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ജോലി ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യുന്നു. റോബർട്ട് എന്നെ അതിന് അനുവദിക്കുന്നു. ഇതാണ് മ്യൂസിയം ജീവനക്കാരൻ്റെ വാദം. ഏതായാലും റോബർട്ട് എന്ന ഈ പാവയെക്കുറിച്ചുള്ള കെട്ടുകഥകളുടെ തുടക്കം എവിടെ നിന്നാണ് എന്നോ എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അവ ഉണ്ടാക്കപ്പെട്ടതെന്നോ ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.